വെൽക്കം ടു PSC സോൺ. ഇന്നത്തെ വീഡിയോയിൽ സ്വതന്ത്ര ഭാരതത്തിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ വിവിധ രംഗങ്ങൾ വളർച്ചയും വികാസവും കൈവരിച്ചിരിക്കുന്നു. വിവിധ കമ്മീഷനുകളുടെ ശുപാർശകൾ സ്വീകരിക്കുക വഴിയും ഈടുള്ള നയങ്ങൾ നടപ്പിലാക്കുക വഴിയുമാണ് ഈ നേട്ടം കൈവന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഏതൊക്കെയാണ് ഈ വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് നമുക്ക് നോക്കാം. ഈ നേട്ടത്തിലേക്ക് നമ്മളെ എത്താൻ സഹായിച്ച വിദ്യാഭ്യാസ കമ്മീഷനുകൾ: ഒന്നാമത്തത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ 1948-49, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഈ കമ്മീഷന്റെ അധ്യക്ഷൻ. അദ്ദേഹം ഈ കമ്മീഷൻസിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിൽ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. കമ്മീഷൻ നിയമിതമായ വർഷം 1948. കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിൽ. അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവധി നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അധ്യാപക നിലവാരത്തെ ആശ്രയിക്കുന്നതിനാൽ അവരുടെ ഗുണനിലവാരവും പരീക്ഷാ യോഗ്യതയും മെച്ചപ്പെടുത്താൻ ശ്രദ്ധിക്കണം എന്ന് ശുപാർശ ചെയ്തു. അതിനുവേണ്ടി അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവധി നൽകണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. പാഠ്യക്രമത്തിൻ്റെ കാലയളവും പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണവും ഈ കമ്മീഷനിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. സർവകലാശാലകളിലെ പ്രവേശനം 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായിരിക്കണമെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. ആദ്യ ബിരുദം 3 വർഷത്തെ കോളേജ് പഠനത്തിന് ശേഷമാകണമെന്നും കമ്മീഷൻ പറഞ്ഞു. നോക്കാം, സർവകലാശാലയിൽ പ്രവേശനം 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമായിരിക്കണം. പരീക്ഷാ ദിനങ്ങൾ ഉൾപ്പെടെ പ്രതിവർഷം 180 പ്രവൃത്തി ദിവസങ്ങൾ വേണം. അധ്യാപനം നടത്തുന്ന സർവകലാശാലയിൽ പരമാവധി 3000 പഠിതാക്കളെയും അഫിലിയേറ്റഡ് കോളേജിൽ പരമാവധി 1500 പഠിതാക്കളെയും മാത്രമേ പ്രവേശിപ്പിക്കാവൂ എന്ന് ഈ കമ്മീഷൻ നിർദ്ദേശിച്ചു. ഓക്കെ, ഇപ്പോൾ സർവകലാശാലകളുടെ പഠനക്രമവും പാഠ്യക്രമത്തിൻ്റെ കാലയളവും പ്രവൃത്തി ദിവസങ്ങളെക്കുറിച്ചും വ്യക്തമായി ഈ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതുപ്രകാരം 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രമേ സർവകലാശാലകളിൽ പ്രവേശനം നടത്താമുള്ളൂ. അതുകൂടാതെ പ്രവൃത്തി ദിവസങ്ങൾ, പരീക്ഷാ ദിനം ഉൾപ്പെടെ പ്രവൃത്തി ദിവസങ്ങൾ 180 ദിവസവും, അധ്യാപനം നടത്തുന്ന സർവകലാശാലയിൽ പരമാവധി 3000 പഠിതാക്കളും അഫിലിയേറ്റഡ് കോളേജിൽ 1500 പഠിതാക്കളും മാത്രമേ പ്രവേശിപ്പിക്കാമുള്ളൂ. പിന്നീട് സർവകലാശാലകൾ ഭാവിയുള്ള സമർത്ഥരായ വിദ്യാർത്ഥികളെ ആകർഷിക്കണം. അതിനായി അവർക്ക് നല്ല വേതനം നൽകണമെന്ന് ഈ കമ്മീഷൻ നിർദ്ദേശിച്ചു. അതിനുവേണ്ടി ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോ സർവകലാശാലയിലും ഏതാനും ഗവേഷണ ഫെലോഷിപ്പുകൾ ഉണ്ടായിരിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. തൊഴിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് വികസിപ്പിക്കണമെന്ന്, അതായത് നമ്മുടെ കൃഷി, വ്യാപാരം, വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, വ്യവസായ ഭരണം, പൊതുഭരണം തുടങ്ങിയ രംഗങ്ങളിൽ തൊഴിൽ വിദ്യാഭ്യാസം ആരംഭിച്ച് വികസിപ്പിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. UGCയുടെ രൂപീകരണത്തിന് കാരണമായ വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു ഈ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. ഭാരതമൊട്ടാകെയുള്ള സർവകലാശാലകളുടെ മേൽനോട്ടത്തിനും അവയുടെ പ്രവർത്തനത്തിന് ധനസഹായം നൽകാനും വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപവൽക്കരിക്കേണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷൻ, അതായത് UGCയുടെ രൂപീകരണത്തിന് കാരണമായ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണെന്ന് വെച്ചാൽ അത് സർവകലാശാല കമ്മീഷൻ.
പിന്നീട് ഈ മതപരവും സന്മാർഗപരവുമായ ബോധനത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറഞ്ഞൊരു കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കാനും അതുവഴി മതസഹിഷ്ണുതയും മതനിരപേക്ഷതയും വളർത്താനും യുവാക്കൾക്ക് കഴിയണം. അതിനുവേണ്ടി സന്മാർഗ പഠനവും മതനിരപേക്ഷതമായ ലക്ഷ്യമാക്കി നടത്തേണ്ടതാണെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തു. അപ്പം മതപരവും സന്മാർഗപരവുമായ ബോധനം, ആ ബോധനത്തിൻ്റെ ആവശ്യകത ചൂണ്ടിപ്പറഞ്ഞു അല്ലെങ്കിൽ ഊന്നിപ്പറഞ്ഞ കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. അതുപോലെ തന്നെ സ്കോളർഷിപ്പുകൾ, സമർത്ഥരായ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുമായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സ്റ്റൈഫൻഡും കൊടുക്കണമെന്ന് ശുപാർശ ചെയ്തു. NCC, സാമൂഹ്യ സേവനം തുടങ്ങിയ പരിപാടികൾ കോളേജുകളിലെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തു ഈ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. അതുപോലെ തന്നെ ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ വ്യവസായം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ പുനർനിർമ്മാണത്തെ ത്വരിതപ്പെടുത്താൻ വേണ്ടി ഗ്രാമീണ സർവകലാശാലയും അവയ്ക്ക് ചുറ്റും ഗ്രാമീണ കോളേജുകളും സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ വനിതാ കോളേജുകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യം കമ്മീഷൻ ഊന്നിപ്പറഞ്ഞു. പരീക്ഷയുടെ ക്രമീകരണം അല്ലെങ്കിൽ പരീക്ഷയുടെ സംഘാടനവും രീതിയും പാടെ അഴിച്ചു പണിയേണ്ടതാണെന്നും ഉപന്യാസ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് പകരം വസ്തുനിഷ്ഠ മാതൃകയുള്ള ചോദ്യങ്ങളും വാചാശോധകങ്ങളും ഏർപ്പെടുത്തണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്തു. ഇപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. 1948-49 കമ്മീഷൻ. ഇതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. അതുകൊണ്ട് ഇതിനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെടും. ഈ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1949 ഓഗസ്റ്റിലായിരുന്നു. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ച് മുഖ്യമായും പഠിച്ച കമ്മീഷനായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ അഥവാ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകളായിരുന്നു ഒന്ന്, അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവധി നൽകണം. സർവകലാശാലകളിലെ പ്രവേശനം 12 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മാത്രമേ നടത്താമുള്ളൂ. ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഓരോ സർവകലാശാലയിലും ഗവേഷണ ഫെലോഷിപ്പുകൾ ഉണ്ടായിരിക്കണം. UGCയുടെ രൂപവൽക്കരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. മതപരവും സന്മാർഗപരവുമായ ബോധനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ കമ്മീഷനായിരുന്നു. അതുപോലെ തന്നെ സമർത്ഥരും സാമ്പത്തിക ബുദ്ധിമുട്ടുമുള്ളതായ കുട്ടികൾക്ക് സ്റ്റൈഫൻഡും സ്കോളർഷിപ്പും എടുക്കണമെന്ന് ഊന്നിപ്പറഞ്ഞ കമ്മീഷനായിരുന്നു. NCC, സാമൂഹ്യ സേവനം തുടങ്ങിയ കോളേജുകളിലെ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തി. ഗ്രാമീണ സർവകലാശാലകളും അതിന് ചുറ്റുമായിട്ട് ഗ്രാമീണ കോളേജുകളും സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ കമ്മീഷനായിരുന്നു. വനിതാ കോളേജുകൾ, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി വനിതാ കോളേജുകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പരീക്ഷയിൽ നല്ല രീതിയിൽ പരീക്ഷയുടെ സംഘാടനവും രീതിയും അഴിച്ചു പണിഞ്ഞു. ഉപന്യാസ രീതിയിലുള്ള ചോദ്യങ്ങൾ മാറ്റിയിട്ട് വസ്തുനിഷ്ഠ മാതൃകയിലുള്ള ചോദ്യങ്ങളും വാചാശോധകങ്ങളും ഏർപ്പെടുത്തണമെന്ന് കമ്മീഷൻ പറഞ്ഞു. അപ്പോൾ ഇതിലെ UGC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. NCCയും സാമൂഹ്യ സേവനവും കോളേജുകളിൽ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയ കമ്മീഷൻ ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമീണ സർവകലാശാലകളോ അതിനു ചുറ്റും ഗ്രാമീണ കോളേജുകൾ നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ്. ഇതിൻ്റെ മെയിൻ ശുപാർശകളാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ശുപാർശകളാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത കമ്മീഷനിലേക്ക് പോകാം. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53 സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെയാണ് മുതലിയാർ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ A. ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ നോക്കാം. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ A. ലക്ഷ്മണസ്വാമി മുതലിയാർ. നിലവിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ രംഗത്തിൻ്റെ സ്ഥിതി പഠിച്ച് അത് പരിഷ്കരിക്കാനും പുനഃസംഘടിപ്പിക്കാനുമുള്ള ശുപാർശ നൽകിയ കമ്മീഷനായിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ.
1952 ഇന്ത്യ ഗവൺമെൻറ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ചു. ഓക്കെ, അന്ന് മദ്രാസ് സർവകലാശാലയിലെ വൈസ് ചാൻസലറായിരുന്നു ഈ ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ. അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷനായിട്ടുള്ളത്. 1953 ജൂൺ മാസത്തിലാണ് ഈ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ സെക്കൻഡറി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1953 ജൂൺ മാസത്തിൽ. കമ്മീഷൻ്റെ പ്രധാന ശുപാർശകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ത്രിഭാഷാ പദ്ധതി എന്ന പാഠ്യപദ്ധതി ശുപാർശ ചെയ്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ത്രിഭാഷാ പദ്ധതി എന്ന പാഠ്യപദ്ധതി കൊണ്ടുവന്ന കമ്മീഷൻ, പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനായിരുന്നു. ഓക്കെ, അതുവരെയുള്ള സങ്കീർണമായ ബോധന ഭാഷാ പ്രശ്നം പരിശോധിച്ച ശേഷം കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്തു. സെക്കൻഡറി ഘട്ടം മുതൽ മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയാവണം ബോധന മാധ്യമം. 2 പുതിയ ഭാഷകൾ ഒരേ സമയം പഠിക്കാൻ പാടില്ല എന്ന തത്വം പാലിച്ചുകൊണ്ട് ഇംഗ്ലീഷും ഹിന്ദിയും ജൂനിയർ ബേസിക് ഘട്ടത്തിൻ്റെ ഒടുവിൽ തുടങ്ങണം. അങ്ങനെ ഹിന്ദിയും ഇംഗ്ലീഷും സെക്കൻഡറി ഘട്ടത്തിൽ നിർബന്ധമാക്കണമെന്നായിരുന്നു ശുപാർശ. ഇങ്ങനെ 3 ഭാഷകൾ പഠിക്കുക: മാതൃഭാഷ, ഹിന്ദി, ഇംഗ്ലീഷ്. ഓക്കെ, ത്രിഭാഷാ പദ്ധതി എന്ന പാഠ്യപദ്ധതി കൊണ്ടുവന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വഴിയാണ്. ഓക്കെ, അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 3 ഭാഷകളാണ്. ആദ്യം സെക്കൻഡറി ഘട്ടം മുഴുവൻ മാതൃഭാഷയിൽ പഠിക്കണം, മാതൃഭാഷയാണ് ബോധന മാധ്യമം. പിന്നീട് ഇംഗ്ലീഷും ഹിന്ദിയും ജൂനിയർ ബേസിക് ഘട്ടത്തിൻ്റെ ഒടുവിൽ തുടങ്ങണം. അതായത് സെക്കൻഡറി ഘട്ടത്തിൽ നിർബന്ധമായിട്ടും ഹിന്ദിയും ഇംഗ്ലീഷും പഠിക്കണം എന്നായിരുന്നു ശുപാർശ. ഇങ്ങനെ ത്രിഭാഷാ പദ്ധതി കൊണ്ടുവന്ന കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. കോഴ്സുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ ശുപാർശ ചെയ്തു. അതായത് ഹൈസ്കൂൾ ഘട്ടത്തിലോ ഹയർ സെക്കൻഡറി ഘട്ടത്തിലോ കോഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അതായത് ഭാഷകൾ, സാമാന്യ ഗണിതം, സാമാന്യശാസ്ത്രം, സാമൂഹ്യ പാഠം, ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ എന്നിവയാകണം പഠിക്കാനുള്ള കോർ വിഷയങ്ങൾ. ഇവയ്ക്ക് പുറമെ മാനവിക വിഷയങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിഷയങ്ങൾ, കൃഷി, ഹോം സയൻസ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെട്ട 11 ഗ്രൂപ്പുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഐച്ഛിക വിഷയങ്ങളും പഠിക്കണം. ഇപ്പോൾ ഈ ഹൈസ്കൂൾ ഘട്ടത്തിലെ 2ാം വർഷത്തിലാണ് ഈ ഐച്ഛിക കോഴ്സുകൾ ആരംഭിക്കേണ്ടത്. ഇങ്ങനെ കോഴ്സുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം എന്ന് കോഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനായിരുന്നു ഈ സെക്കൻഡറി കമ്മീഷൻ. കോർ വിഷയങ്ങൾ പഠിക്കണം, കൂടാതെ ചില ഐച്ഛിക വിഷയങ്ങൾ പഠിക്കണം. കോർ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഷ, ഗണിതം, സാമാന്യശാസ്ത്രം, സാമൂഹ്യ പാഠം, കൈത്തൊഴിൽ, ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ എന്നിവയാണ് കോർ വിഷയങ്ങൾ. ഇത് കൂടാതെ ഈ മാനവിക വിഷയങ്ങൾ, ശാസ്ത്രം, സാങ്കേതിക വിഷയം, കൃഷി, ഹോം സയൻസ് എന്നീ വിഷയങ്ങൾ ഉൾപ്പെട്ട 11 ഗ്രൂപ്പിൽ നിന്നും ഏതെങ്കിലും തിരഞ്ഞെടുത്ത ഒരു ഐച്ഛിക വിഷയം കൂടി പഠിക്കണം. ഹൈസ്കൂൾ ഘട്ടത്തിൽ 2ാം വർഷമാണ് ഐച്ഛിക വിഷയം പഠിക്കേണ്ടത്. അതിനു മുമ്പ് കോർ വിഷയം തന്നെയായിരുന്നു പഠിക്കേണ്ടത്. ഇങ്ങനെ കോഴ്സുകളെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ആവശ്യം പറഞ്ഞ കമ്മീഷനായിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നീട് പാഠ്യപദ്ധതി. കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള പാഠ്യപദ്ധതി ഭയങ്കര ഭാരമേറിയതും പുസ്തകപ്രധാനവും പരീക്ഷ കേന്ദ്രീകരിച്ചുള്ളതുമായിരുന്നു. ഇത് അയവുള്ളതും ഇലാസ്തികതയുള്ളതുമാകണമെന്നും സമുദായത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധമുള്ള പാഠ്യപദ്ധതി കുട്ടികൾക്ക് കൊടുക്കണമെന്നും നിർദ്ദേശിച്ച കമ്മീഷനായിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ മറ്റൊരു പ്രധാന ശുപാർശയായിരുന്നു ബോധന രീതികൾ. ചലനാത്മകമായ രീതികൾ അനുവർത്തിക്കണം, അല്ലെങ്കിൽ ചലനാത്മകമായ രീതികൾ അവലംബിക്കണം എന്ന് പറഞ്ഞു. പ്രവർത്തന രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി, 3 ബോധന രീതികൾ ശുപാർശ ചെയ്തു ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും 3 അല്ലെങ്കിൽ പ്രവർത്തന രീതി, പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതിയിൽ ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഈ ബോധന രീതി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ശുപാർശ ചെയ്ത ബോധന രീതികൾ 3 പ്രവർത്തന രീതി, പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. പിന്നീട് SSLC പരീക്ഷയുടെ നിയന്ത്രണം സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന് കൈമാറണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ.
വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നട്ടെല്ല് അധ്യാപകരായാൽ അധ്യാപകരുടെ പദവിയും സേവന വ്യവസ്ഥകളും മെച്ചപ്പെടുത്തുക എന്ന് ശുപാർശ ചെയ്ത കമ്മീഷനായിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓർക്കുക, 1952 മുതലിയാർ, ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാറിൻ്റെ അധ്യക്ഷതയിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ നിയമിച്ചു. 1953 ജൂണിൽ ഈ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ശുപാർശകൾ, എക്സാമിന് ചോദിച്ചിട്ടുള്ള ശുപാർശകൾ: ഒന്ന്, ത്രിഭാഷാ പദ്ധതി എന്ന പാഠ്യപദ്ധതി ആവിഷ്കരിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നീട് കോഴ്സുകളുടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ പ്രാധാന്യം പറഞ്ഞ കമ്മീഷനാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നീട് പാഠ്യപദ്ധതി അയവുള്ളതും ഇലാസ്റ്റികതയുള്ളതും സമുദായത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധമുള്ളതാകണമെന്ന് ശുപാർശ ചെയ്തു. ബോധന രീതികൾ 3 ശുപാർശ ചെയ്തു: പ്രവർത്തന രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. ഈ രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. പഠിപ്പിക്കേണ്ട രീതി 3: പ്രവർത്തന രീതി, പ്രൊജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി. SSLC പരീക്ഷയുടെ നിയന്ത്രണം സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന് കൈമാറിയ കമ്മീഷൻ. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ നട്ടെല്ല് അധ്യാപകരായതിനാൽ അധ്യാപകർക്ക് പദവിയും സേവന വ്യവസ്ഥകളും മെച്ചപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മീഷനായിരുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, ബാക്കി എഡ്യൂക്കേഷൻ കമ്മീഷൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എഡ്യൂക്കേഷൻ കമ്മീഷനുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.